വർക്ക് പ്രഷർ അത് വലിയൊരു സംഭവമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ അവസ്ഥയിൽ ജോലി ലഭിക്കുക എന്നുള്ളത് തന്നെ വളരെ ഡിഫിക്കൽട്ടായിട്ട്, അതായത് പ്രയാസമായി മാറിയിരിക്കുന്ന സമയത്ത് വർക്ക് സ്പേസ് എന്നുള്ളത് വളരെ നല്ല രീതിയിൽ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഡസ്ട്രിയൽ ഏജിൽ വന്ന ഒരു വർക്ക് കൾച്ചർ, അതായത് ഒരു 9 to 5 ജോബ് എന്നുള്ള ഒരു കൺസെപ്റ്റ് മാറി ഇന്ന് ഗിഗ് എക്കോണമിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള രാവിലെ 9 മണിക്ക് കയറി വൈകുന്നേരം 5 മണി വരെ ചെയ്ത് വീട്ടിൽ വന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന ആ ജോബ് സിറ്റുവേഷൻ, അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം റിട്ടയർ ചെയ്ത് പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കുന്നു. ആ രീതിയിലുള്ള ഒരു വർക്ക് കൾച്ചർ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റെഗുലറായിട്ടുള്ളൊരു ജോബ്, ഫിക്സഡ് ആയിട്ടുള്ള സാലറി, ടെൻഷനൊന്നുമില്ലാതെ വീട്ടിലിരുന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് വർക്ക് ഫോഴ്സും മാറേണ്ടിയിരിക്കുന്നു. ജനറേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ന്യൂ കിഡ്സ് ആർ പ്രിപ്പയർഡ്, അങ്ങനെയുള്ള ലൈഫാണ് അവരും ഇഷ്ടപ്പെടുന്നത്. വർക്ക് സ്പേസും അതിനനുസരിച്ച് മാറുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ ഓൾഡർ ജനറേഷൻസ് ആർ സ്ട്രഗ്ലിങ്. സോ മനസ്സിലാക്കാനുള്ളത്, തീർച്ചയായിട്ടും ഒരു ജോബ് ലഭിക്കുക എന്നുള്ളത് നിങ്ങളുടെ ആജീവനാന്തം പേ ചെക്ക് ലഭിക്കാനുള്ള ഗ്യാരണ്ടി അല്ല എന്നുള്ളത് തന്നെയാണ്. സോ ഇന്ന് കാണുന്ന ഒരു എഡ്യൂക്കേഷൻ കോഴ്സ് പഠിച്ചതിന് ശേഷം, ഗ്രാജുവേഷന് ശേഷം ഒരു ജോബിലേക്ക് എൻ്റർ ചെയ്യുന്നു. അതിനനുസരിച്ച് നിങ്ങൾക്ക് പിന്നീട് ഒരു സ്റ്റഡി ഇൻകം വന്ന് അതിന് അനുസരിച്ചുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യുന്നു, ഫാമിലി ബിൽഡ് ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിങ്ങൾക്ക് കണ്ടിന്യൂസ് ലേണിംഗ്, സ്കിൽ എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാംസ്, പുതിയ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങളെ തന്നെ അപ്സ്കിൽ ചെയ്യാനും അപ്ഗ്രേഡ് ചെയ്യാനുമുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈയിടെ വന്ന ഒരു ന്യൂസ് വളരെ ഷോക്കിംഗ് ആണ്. കോട്ടയത്ത് നിന്ന് ഒരു യങ്സ്റ്ററാണ്, അദ്ദേഹം സൂയിസൈഡ് ചെയ്യുകയാണ് വർക്ക് പ്രഷർ കൂടിയതിനനുസരിച്ച്. സോ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇങ്ങനെ പല കുട്ടികളും യങ്സ്റ്റേഴ്സും സൂയിസൈഡ് ചെയ്യുന്നുണ്ട്, അവരുടെ പങ്കാളികളെ പീഡിപ്പിക്കുന്നുണ്ട്, കൊല്ലുന്നുണ്ട്, ഫാമിലിയെ തന്നെ വളരെ ബ്രൂട്ടലായി മർഡർ ചെയ്യുന്ന സിറ്റുവേഷനൊക്കെ കാണുന്നുണ്ട്. ബിക്കോസ് ഓഫ് സിമ്പിൾ റീസൺ, ഫിനാൻഷ്യലായിട്ടുള്ള ഡിസിപ്ലിൻ ഇല്ല, അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ബിസിനസ്സിൽ പ്രോഫിറ്റബിളായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എത്തുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. സോ ഇവിടെയൊക്കെ വായിച്ചെടുക്കാൻ പറ്റുന്നത് സിറ്റുവേഷൻ ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൻ്റെ കയ്യിൽ ട്രമൻഡസ് എനർജി ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന ഒരു കാര്യത്തിൽ അറിവില്ലെങ്കിൽ അത് വലിയൊരു ട്രാജഡിയിലേക്കാണ് നയിക്കുന്നത്. തിരിച്ച് നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ ആ ഒരു സിറ്റുവേഷനിലേക്ക്, അതായത് അദ്ദേഹം സൂയിസൈഡ് ചെയ്തതിന് മുമ്പായിട്ട് വീട്ടിൽ അമ്മയ്ക്ക് മെസ്സേജ് അയച്ചിട്ടാണ് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടിയതാണ് അദ്ദേഹം, അങ്ങനെ മരിച്ചതാണ്. സോ അതിൻ്റെ താഴെ വന്ന പല കമൻസും വളരെ ബ്രൂട്ടലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മരണത്തെ അനലൈസ് ചെയ്യുന്നത്. പല ആൾക്കാരും പറയുന്നത് പണ്ടത്തെ ജനറേഷൻസിലൊക്കെ ആൾക്കാർ പല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു, അതിനനുസരിച്ച് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർക്ക് പ്രഷർ ഉണ്ടായിരുന്നു, പക്ഷെ അവരാരും സൂയിസൈഡ് ചെയ്തിരുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ ജനറേഷൻസ് ദേ ആർ ടേക്കിംഗ് ഇറ്റ് വെരി പേഴ്സണലി ഇൻ ദ ബിഗിനിങ്. അതിനനുസരിച്ച് ഉള്ള ഒരു നെഗറ്റീവ് റിസൾട്ട് വരുന്നു. മരണം പോലുള്ള വളരെ അൺഫോർച്ചുനേറ്റായ കാര്യങ്ങളാണ് അവരുടെ ലൈഫിൽ വരുന്നത്. സോ വളരെ വേദനാജനകമായ കാര്യമാണ്. ആൾക്കാർ അനലൈസ് ചെയ്യുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടാണ്. എന്തുകൊണ്ട് ഇപ്പോഴത്തെ ജനറേഷൻസ് അങ്ങനെ കാര്യങ്ങൾ നെഗറ്റീവ് റിസൾട്ട് വരികയാണ്, വർക്ക് പ്രഷർ വരികയാണെങ്കിൽ പോലും അത് നല്ല രീതിയിൽ അവരുടെ പോസിറ്റീവായി അവരുടെ കരിയറിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളത്. സോ ഇതിന് നമുക്ക് യങ്സ്റ്റേഴ്സിനെ കുറ്റപ്പെടുത്തുന്നതിലധികം ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ആസ് എ സൊസൈറ്റി, ആസ് എ ഫാമിലി നാം എങ്ങനെയാണ് അവരെ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. സോ ഇത് വെരി ബിഗിനിങ് നമ്മുടെ കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നു. സ്കൂളുകളിൽ ഫോർ ദ അഡ്മിഷൻ ആൻഡ് ഫോർ ദ ബിസിനസ് പർപ്പസ്
വളരെ പോസിറ്റീവായിട്ടാണ് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അവർക്ക് മാർക്ക് കുറവാണെങ്കിൽ പോലും അവർക്ക് പ്രൈസസ് കൊടുക്കുന്നുണ്ട്. പല രീതിയിലുള്ള കോമ്പറ്റീഷൻസിൽ പാർട്ടിസിപ്പേഷനുള്ള സർട്ടിഫിക്കേഷൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരെ വളർത്തിയെടുക്കുകയാണ്. തോറ്റാലും യു ആർ അപ്രീഷിയേറ്റഡ് എന്ന രീതിയിൽ. പക്ഷേ സ്കൂളുകൾ കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് വർക്ക് കോഴ്സിൽ എൻ്റർ ചെയ്യുമ്പോൾ ആ രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല. അതായത് ദർ കോമ്പറ്റീഷൻ ഇസ് ദർ. നമ്മുടെ ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ നമ്മുടെ ആസ് എ ഹ്യൂമൻ നമ്മുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് അബൌട്ട് കോമ്പറ്റീഷൻ വെച്ച് വിജയികൾക്കാണ് എപ്പോഴും അതിൻ്റെ റിസൾട്ട് ലഭിക്കുന്നത്. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ കോമ്പറ്റീഷൻ ഹാപ്പൻസ് ഇൻ ഡിഫറെൻറ്റ് ലെവൽസ്. എല്ലാവർക്കും എല്ലാ കോമ്പറ്റീഷനും ജയിക്കാൻ പറ്റില്ല. പക്ഷേ ടു അണ്ടർസ്റ്റാൻഡ് വിച്ച് കോമ്പറ്റീഷൻ വി ഷുഡ് പാർട്ടിസിപ്പേറ്റ്, അവിടെയാണ് ഇമ്പോർട്ടൻസ്. സോ ഇവിടെ തന്നെയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള നിങ്ങളുടെ അകത്തുള്ള എലമെൻറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ജോബ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. സോ ഇങ്ങനെ ജോബ് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഗ്രാജുവേഷൻ, ഡിഗ്രി കോഴ്സുകൾ, പഠിക്കുന്ന സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസുകൾ, ഡിപ്ലോമ കോഴ്സുകളൊക്കെ അതിനനുസരിച്ചിട്ടുള്ളതായിരിക്കണം. സോ നിങ്ങളുടെ താല്പര്യം തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിർഭാഗ്യവശാൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നടക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് നോളജ് പ്രിപ്പറേഷനും കാറ്ററിങ്ങുമാണ്. അതിനനുസരിച്ച് എക്സാമിനേഷൻസ് സിസ്റ്റം പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. മാർക്കും ഗ്രേഡും വെച്ച് ആൾക്കാരെ അളന്നെടുക്കുന്നുണ്ട്. പക്ഷേ കുട്ടികൾക്ക് താല്പര്യം എന്താണ്, അവർക്ക് ഏത് മേഖലയിലേക്കാണ് തിരിയേണ്ടത് എന്ന രീതിയിലുള്ള റിപ്പോർട്ട് കാർഡ് 10th കഴിഞ്ഞു, +2 കഴിഞ്ഞു, കോളേജിൽ നിന്നോ സ്കൂളുകളിൽ നിന്നോ ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ ചോയ്സ് ഡിസിഷൻ മേക്കിങ്ങിന് പറ്റുന്നില്ല. ഈവൻ പാരൻസിനും അതിനനുസരിച്ച് അവരെ സഹായിക്കാൻ പറ്റുന്നില്ല. സോ ഇതിന് പല രീതിയിലുള്ള എഡ്യൂക്കേഷൻ കൺസൾട്ടൻസികളും എഡ്യൂക്കേഷൻ ബ്രോക്കേഴ്സിൻ്റെയും ഒക്കെ അടുത്ത് പോകേണ്ടതായിട്ടുണ്ട്. സോ ഇവരൊക്കെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിക്കും അവസരത്തിനും വേണ്ടി കുട്ടികളെ ഉപയോഗിക്കുന്നു. അവർ നൽകുന്ന കോഴ്സുകൾക്കും അല്ലെങ്കിൽ അവർ നൽകുന്ന സർവീസസിനും ആവശ്യമായ കാര്യങ്ങളിലേക്ക് ഓറിയൻറ്റ് ചെയ്യാൻ വേണ്ടി കുട്ടികൾക്ക് കോഴ്സുകൾ സജസ്റ്റ് ചെയ്യുന്നു. ഒബ്വിയസ്ലി ഈ കോഴ്സുകൾ അവരുടെ ഇന്നർ എലമെൻസിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ റോങ് ഡിസിഷൻ എടുക്കുകയും റോങ് കോഴ്സസ് സെലക്ട് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ കോഴ്സ് റോങ് ആയതുകൊണ്ട് തന്നെ അവർ എത്തിച്ചേരുന്ന ജോബും ഡിഫറെൻ്റാണ്. സോ ഈവൻ വർക്ക് പ്രഷർ വരുമ്പോൾ അതിന് താങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. ബിക്കോസ് ദേ ഡോണ്ട് ലൈക്ക് ദ ജോബ്. നിങ്ങളൊരു കാര്യം ഇഷ്ടപ്പെടുകയാണ്, ഇഷ്ടപ്പെട്ടൊരു സെലക്ട് ചെയ്യുകയാണ് എങ്കിൽ വർക്ക് പ്രഷർ കൂടുതലാണെങ്കിൽ പോലും അല്ലെങ്കിൽ പ്രഷർ കൂടുതലാണെങ്കിൽ പോലും യു വിൽ എൻജോയ് ഇറ്റ്. ബട്ട് ഇഫ് യു ഡിസ്ലൈക്ക്, ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അങ്ങനെ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ്. ഈവൻ ഇൻ ദ കേസ് ഓഫ് റിലേഷൻഷിപ്സ് അവിടെയും ശരിയാണ്. അത് ഒരു പാർട്ടാണ്. രണ്ടാമത്തെ പാർട്ട് എന്നുള്ളത് ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നൊരു കാര്യമുണ്ട്. അത് ഹാൻഡിൽ ചെയ്യാൻ, മാനേജ് ചെയ്യാൻ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും പാരൻസിൻ്റെയും സൊസൈറ്റിയുടെയും ഫാമിലിയുടെയും ഒക്കെ ക്രിട്ടിക്കൽ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. സോ ഇങ്ങനെ കൂട്ടുകാരെ വളർത്തിയെടുക്കുമ്പോൾ ഒബ്വിയസ്ലി ആ രീതിയിലുള്ളൊരു മെച്യൂരിറ്റി അവരുടെ കയ്യിൽ വരുന്നുണ്ട്. അതല്ലാതെ ഇതൊക്കെ കുട്ടികൾ സ്വന്തം പഠിച്ചെടുക്കും എന്ന് വെച്ച് വിടുകയാണെങ്കിൽ അവർക്ക് ലഭിക്കുന്ന സമയം യൂട്യൂബ് റീൽസിലും ഇൻസ്റ്റാഗ്രാം ഷോർട്സിലും ഒക്കെ സമയം ചെലവഴിച്ച് എൻ്റർടൈൻമെൻറ്റിൽ കൂടി കടന്നു പോകുമ്പോൾ റിയൽ ലൈഫ് സെനാരിയോസിൽ വരുമ്പോൾ അവർ സ്ട്രഗ്ലിങ് എന്നാണ് കാണപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഏജിലേക്ക് എത്തുമ്പോൾ കുട്ടികൾക്കുണ്ടായിരിക്കേണ്ട ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു കേപ്പബിലിറ്റി, സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ആ കഴിവ് അത് ഇല്ലാതെ പോകുന്നു. സോ ഇതൊക്കെ പറഞ്ഞ് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്, നമ്മുടെ യങ്സ്റ്റേഴ്സിനെ എങ്ങനെയാണ് നാം കാണേണ്ടത് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു ലെവലിലാണ് എത്തിച്ചേർക്കേണ്ടത് എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റി പോലെ തന്നെ നമുക്കും ചില ബാധ്യതകളുണ്ട്.
നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുമ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അവരെ ശകാരിച്ച് പേടിപ്പിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിൽ കൂടുതൽ അവരെ കൺവിൻസ് ചെയ്ത് അല്ലെങ്കിൽ അവരോടൊപ്പം വളർന്ന് അവരുടെ ലൈഫിൻ്റെ ഭാഗമായി അവർക്ക് വേണ്ട ആ ഒരു തെറ്റ് തിരുത്തലുകൾ വളരെ സോഫ്റ്റായിട്ട് ചെയ്ത് ആ ചെറിയ പ്രായത്തിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് നാം പ്രതീക്ഷിക്കുന്ന ആ ഒരു മാച്യൂരിറ്റി ലഭിക്കാൻ നാം അവരെ സഹായിക്കുന്നു. സോ ജസ്റ്റ് ടു കൺക്ലൂഡ്, ഇന്ന് കാണുന്ന വർക്ക് പ്രഷർ, യങ്സ്റ്റേഴ്സിൻ്റെ വളരെ വയലൻ്റ് ആയിട്ടുള്ള റെസ്പോൺസ്, അത് സൂയിസൈഡ് ആയാലും മേഡേഴ്സ് ആയാലും ഡ്രഗ്സ് ആയാലും, അതിന് കാരണം അവർ മാത്രമല്ല മറിച്ച് നാം കൂടിയാണ്. അത് എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യണം, എങ്ങനെ സോൾവ് ചെയ്യണമെന്നുള്ളത് അവരുടെ പ്രശ്നം മാത്രമല്ല നമ്മുടെ പ്രശ്നം കൂടിയാണ്. കാരണം വി ഓൾ ആർ ലിവിങ് ഇൻ എ സിംഗിൾ സൊസൈറ്റി. അവർ ചെയ്യുന്നതിൻ്റെ എഫക്റ്റ് നമ്മുടെ ലൈഫിലും വരുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ സജഷൻസ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.